11 അദമു റഫ്ഉ സൗതി ആലിയൻ അമാമഹുമാ, മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്താൻ പാടില്ല. മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ശബ്ദം ഉയർത്തരുത്. അബ്ദുല്ലാഹിബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിളിച്ചു. എന്താ ഉമ്മ എന്ന് വെച്ചിട്ട് ഉത്തരം കൊടുത്തു. പിന്നെ ആ മഹാൻ ചിന്തിക്കുകയാണ്, ഞാൻ എൻ്റെ ഉമ്മാനോട് ശബ്ദം ഉയർത്തിപ്പോയോ എന്ന് ചിന്തിക്കുകയാണ്. ഹദീസ് പണ്ഡിതനായ അബ്ദുല്ലാഹിബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോയി 2 അടിമകളെ വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരക്കാണ്, ഞാൻ നേരത്തെ എൻ്റെ ഉമ്മാനോട് സൗണ്ട് കൂടിപ്പോയിന്, അത് പൊരുത്തപ്പെട്ടേർണേ അള്ളാഹ്. യാ റഹ്മാന്, ഇവരൊക്കെ ഒരു സൂക്ഷ്മത നോക്കി നിങ്ങൾ. വേറെ ഉമ്മാനെ ചീത്ത പറയോ അല്ലെങ്കിൽ ഉമ്മാനെ ഉപദ്രവിക്കുകയോ ചെയ്തതല്ല, ഉമ്മ തന്നെ വിളിക്ക് ഉത്തരം കൊടുക്കുമ്പോ കുറച്ച് സൗണ്ട് കൂടിപ്പോയോ എന്നൊരു പേടി വന്നിട്ട് ഉടനെ 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ട് അള്ളാഹിനോട് ദ്വാരക്ക, നേരത്തെ സൗണ്ട് കൂടിപ്പോയി എന്നൊരു തോന്നല്, പൊരുത്തപ്പെട്ടേർണേ അള്ളാഹ്. മാതാപിതാക്കളും എന്ന് ശബ്ദം ഉയർത്തരുത്. ഉപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ മുമ്പിൽ നിന്ന് നമ്മൾ ശബ്ദം ഉയർത്തിയാൽ നമ്മൾ അപകടത്തിലേക്കാ പോകുന്നത്. എനിക്ക് പറയുന്നത് ശരിക്കും ശ്രദ്ധയോടെ കേൾക്കണം. ഭാര്യന്റെ എല്ലാം മുമ്പിൽ നിന്ന് ഉപ്പാനും ഉമ്മാനെയും വഷളാക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. മോനെ, നിന്റെ മരണം നീ പേടിക്കണം. സുയൂത്തി ഇമാം റഹിമഹുല്ലാ പറഞ്ഞല്ലോ, ഈമാനില്ലാതെ മരിക്കുന്നതിന്റെ ഒരു അടയാളാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞ വലാ തഖുല്ലഹുമാ ഉഫിൻ, അവരെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒന്നും പറയരുത് എന്നാ. വാക്കുകളിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ള വാക്കാണ് ഉഫിൻ എന്നുള്ള വാക്ക്. അതിന്റെ താഴെ വേറെ വാക്കുണ്ടെങ്കിൽ അള്ളാഹു പറയുമായിരുന്നു, അതിന്റെ താഴെ വാക്കില്ല. അതുപോലും പറയരുത് എന്നാ പറയണത്. അതുപോലും പറയാൻ പാടില്ല. ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് എങ്ങനെ ശബ്ദം ഉയർത്തുക? മാതാപിതാക്കളെ എങ്ങനെയാ വേദനിപ്പിക്കുക? ചില ആൾക്കാർ പറയും ഭാര്യനോട്, നീ ഒന്നും പേടിക്കാൻ വേണ്ട, എന്നോട് ഒന്നും ഉമ്മ പറയൂല. ഏട്ടന്റെ ഭാര്യനെയും അനിയന്റെ ഭാര്യനെയും ഒക്കെ ചിലപ്പോൾ ഉമ്മ ചൂടാവുമായിരിക്കും, നീ എന്നെ തൊടൂല, കാരണം എന്നോട് മുണ്ടാൻ ഉമ്മാക്ക് പേടിയാണ്. യോ 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 നിന്നോട് ഉമ്മാക്ക് എന്തേലും പറയാനോ ചോദിക്കാനോ പേടിയുണ്ട് എന്നത് നീ വിജയമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലായിക്കോ, നീ ദുനിയാവുന്ന എന്നെ തോറ്റു തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ എന്നോട് അധികം വായ തുറക്കൂല. ഓക്കെ, നീ മരിക്കണ സമയത്ത് നിനക്ക് വായ തുറക്കാനും കഴിയില്ല ദിക്റിന് വേണ്ടിയിട്ട്, അതാ പ്രശ്നം. നീ തോറ്റു തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. വളരെ അഭിമാനത്തോടെ ചില പിള്ളേര് പറയുന്നേക്കാം, എന്നോട് ഉമ്മ അധികം ഡയലോഗ് നടക്കൂല, ഉപ്പാക്ക് എന്നോടും ഉണ്ടാകില്ല. ഏതെങ്കിലും ഒരു മോനോട് മോളോട് ഉപ്പാക്കും ഉമ്മാക്കും എന്തേലും ചോദിക്കാനോ പറയാനോ പേടിയുണ്ടെങ്കിൽ മോനെ നീ ഉറപ്പിച്ചോളി, നിന്റെ ദുനിയാവും വെള്ളത്തിൽ ആഖിറവും പരാജയപ്പെട്ടു. അത് അഭിമാനം. അതിനേക്കാൾ അപമാനമായ കേസ് വേറെന്താ ഉള്ളത്? അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഓരോമ്പെന്ന് ശബ്ദം ഉയർത്തരുത്. ശരിക്ക് എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം തന്നെ എന്താണെന്നറിയോ? ഒരടിമ എന്തേലും തെറ്റ് ചെയ്തു പോയിട്ട് ഉടമസ്ഥന്റെ അടുത്ത് പോയി അടി കിട്ടുമോ ശിക്ഷ കിട്ടുമോ എന്ന് പേടിച്ച് വളരെ താഴ്മയോടെ ഭവ്യതയോടെ നിന്നിട്ട് വറക്കുന്ന പോലെയാണ് ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കേണ്ടതെന്നാണ്. ഉമ്മ, ഞാൻ 11-ാം തീയതി റിട്ടേൺ എടുക്കണോന്ന് വിചാരിക്കുന്നുണ്ട്, ഉമ്മ എന്താ പറയുന്നത്? അങ്ങനെയല്ലേ ശരിക്കും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും ഉപ്പാനിമാനും വേദനിപ്പിക്കോ? ഇതൊക്കെ പഠിച്ച ഒരു മോന് ഒരു മോള് എങ്ങനെയെങ്കിലും വേദനിപ്പിക്കോ? ഉമ്മാന്റെ അറിവില്ലായ്മ ദുരുപയോഗം ചെയ്തിട്ട് നിന്റെ ഉമ്മാന്റെ ഫോണിലെ ഏതെങ്കിലും ഒരു ആപ്പ് നീ ദുരുപയോഗം ചെയ്യണ്ടെങ്കിൽ മോളെ നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട, നീ തോറ്റു തുടങ്ങാണ്. നീ ദുനിയാവെന്ന് തോറ്റു തുടങ്ങുന്നു. ആ വയസ്സായ ഉമ്മാനെ പറ്റിക്കണം. ചെക്കന്റെ പേര് പെണ്ണിന്റെ പേരാക്കി സേവ് ചെയ്തിട്ട് നീ ഉമ്മാനെ പറ്റിച്ചു, നീ തോറ്റു തുടങ്ങും. നിനക്ക് ആദ്യത്തെ ശിക്ഷ എവിടുന്ന കിട്ടാന്നറിയോ? നിന്റെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന കുട്ടികളിൽ നിന്ന് കാണാം അതിന്റെ ദുരന്തങ്ങൾ. ഇതൊരു പ്രശ്നമാണ്. ചെയ്യരുത്.